ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് ടേസ്റ്റിയും പക്ഷേ ഈസി ആയിട്ടുള്ളൊരു ചക്കക്കുരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ഉണ്ടല്ലോ. ആദ്യം ഞാൻ കുറച്ച് ചക്കക്കുരു നാലായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം നമുക്ക് അടച്ചിട്ട്. ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ചേറെ വെളുത്തുള്ളിയും ഒരു 4 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഈ ചക്കക്കുരു ഒരു 1/4 കിലോയ്ക്കും ഒരു 300-350 ഗ്രാം കാണും കേട്ടോ. അത്രയും ചക്കക്കുരുവിൻ്റെ ഏകദേശം അളവാണ് പറയുന്നത്. അത്രയത്തിന് ഞാൻ കുറച്ച് ഏറെ വെളുത്തുള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ചുവന്നുള്ളി ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഏകദേശം ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂൺ കഷ്ടിച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് തട്ടിയിട്ട് നമുക്ക് ഇളക്കാം. നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അപ്പം അടുക്കി പിടിക്കാണ്ട് നോക്കണം. കണ്ടോ, നമ്മളുടെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് മുളക് പൊടിയും സ്പൈസസൊക്കെ ആഡ് ചെയ്യുന്നതിലും നല്ലതാണ്. ആ ചക്കക്കുരുവിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. എല്ലാവരും റെസിപ്പി ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.